മിക്ക സ്റ്റുഡൻസും തെറ്റായ രീതിയിലായിരിക്കും അല്ലെങ്കിൽ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരുപാട് മണിക്കൂറുകൾ വേസ്റ്റ് ചെയ്യുന്നതും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതും ആൻഡ് പഠിച്ചതൊക്കെ എക്സാം ഹാളിൽ എത്തുമ്പോഴേക്കും മറന്നു പോകുന്നതും. ബട്ട് ഇന്ന് ഞാൻ പറഞ്ഞുതരാം 99% സ്റ്റുഡൻസിനും അറിയാത്ത അമേസിംഗ് ആയിട്ടുള്ള സ്റ്റഡി ഹാക്സ്. വാട്ട്സ് ഗുഡ് എവരിബഡി, വെൽക്കം ടു മോട്ടീവ് ക്യാമ്പസ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ കുറേ മണിക്കൂറുകൾ നേരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ എക്സാം എഴുതാനിരുന്നപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല. ബ്രെയിൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോവുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് അവസാനം പഠിത്തവുമില്ല, മാർക്കുമില്ല. സോ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര ലേസിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്ര സ്മാർട്ടല്ല. ഇതൊന്നുമല്ല. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നതാണ്. ആൻഡ് അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സൈക്കോളജി ആൻഡ് സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് സീക്രട്ട് സ്റ്റഡി ഹാക്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഇത് മിക്ക സ്റ്റുഡൻസിനും അറിയാത്ത കാര്യങ്ങളാണ്. ഈ പറയുന്ന ടെക്നിക്സിൽ ഒരെണ്ണം യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. കുറേ കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് പഠിക്കാം, എക്സാം ഒക്കെ ഈസി ആയിട്ട് ക്രഷ് ചെയ്യാം, ആൻഡ് സ്ട്രെസ് കുറച്ചുകൊണ്ട് പഠിക്കാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, ദ ബ്ലേർട്ടിംഗ് മെത്തേഡ്. സോ ഫസ്റ്റത്തെ കാര്യം ബ്ലേർട്ടിംഗ് ആണ്. മിക്ക സ്റ്റുഡൻസും അവരുടെ നോട്ട്സ് ജസ്റ്റ് വായിച്ചു നോക്കുക മാത്രമാണ് ചെയ്യാറ്. ബട്ട് റിസർച്ചസ് കാണിക്കുന്നുണ്ട് ഇതുകൊണ്ട് മെമ്മറിക്ക് അത്ര ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്ന്. പകരം ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾ ബുക്ക് അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതൊക്കെ ഒന്ന് എഴുതി നോക്കുക. അതും ബുക്കിൽ നോക്കാതെ കേട്ടോ. ഇത് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് നിങ്ങളുടെ ബ്രെയിനിനെ ഫോഴ്സ് ചെയ്യും ആൻഡ് നിങ്ങളുടെ മെമ്മറിയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. ഇതാണ് ബ്ലേർട്ടിംഗ്. ആൻഡ് ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ എഴുതാൻ ശ്രമിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല. ബട്ട് ഡോണ്ട് വെറി, അപ്പോഴാണ് ശരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ഓർത്തെടുക്കാൻ നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ മെമ്മറി സ്ട്രോങ് ആവും. സോ നെക്സ്റ്റ് ടൈം വായിച്ച കാര്യം തന്നെ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കാതെ ഒരു പ്രാവശ്യം ശരിക്കും പഠിക്കുക ആൻഡ് ദെൻ ബ്ലേർട്ട് ചെയ്യുക. ഈ ഒരു ടെക്നിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്പർ 2, ദ പോമോഡോറോ അപ്ഗ്രേഡ്. നിങ്ങൾ ഓൾറെഡി പോമോഡോറോ ടെക്നിക്കിനെ പറ്റി കേട്ട് കാണും. 25 മിനിറ്റ്സ് പഠിക്കുക, ദെൻ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ബട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ ടെക്നിക്കിന്റെ ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. ആൻഡ് ഇതങ്ങനെ മിക്ക സ്റ്റുഡൻസിനും അറിയില്ല. അതാണ് ആക്റ്റീവ് പോമോഡോറോ. ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബ്രേക്കിന്റെ ടൈമില്ലേ 5 മിനിറ്റ്സ്, ആ സമയത്ത് ഓടിപ്പോയി ഫോൺ എടുത്ത് റീൽസ് കാണാതെ പകരം ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ലൈക്ക് സ്ട്രെച്ചിങ്, വാക്ക് അറൗണ്ട്, ഡ്രിങ്ക് വാട്ടർ എക്സെട്ര. വൈ? ബിക്കോസ് നിങ്ങളുടെ ബ്രെയിനിന് ഫോക്കസ് റീസെറ്റ് ചെയ്യാനായിട്ട് ഓക്സിജനും മൂവ്മെൻറ്റും ആവശ്യമാണ്. സോ 4 പ്രാവശ്യം ആക്റ്റീവ് പോമോഡോറോ ചെയ്യുക, ദെൻ ഒരു 15 to 20 മിനിറ്റ്സ് ലോങ്ങർ ബ്രേക്ക് എടുക്കുക. സോ എവറി ടൈം നിങ്ങൾ ഫോക്കസ് റീസെറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറേ കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. നമ്പർ 3, ദ ഫെയിൻമാൻ ടെക്നിക്. ഇത് മറ്റൊരു സീക്രട്ട് ഹാക്കാണ്. നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളൊരു ടീച്ചറാണ് എന്ന് വിചാരിക്കുക ആൻഡ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് അത് നിങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നും ഇമാജിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആ ഇമാജിനറി സ്റ്റുഡൻറ്റിന് എക്സ്പ്ലെയിൻ ചെയ്യുക, പഠിപ്പിക്കുക, അതും സിമ്പിൾ ലാംഗ്വേജിൽ. നിങ്ങളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളത് ഒന്നുകൂടി പഠിക്കുക, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക, ശരിക്കും മനസ്സിലാക്കുക, എന്നിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ടെക്നിക്ക് ഫോളോ ചെയ്തപ്പോൾ എനിക്ക് കുറേ കൂടി എൻഗേജിങ് ആയിട്ട് പഠിക്കാൻ സാധിച്ചിരുന്നു. ആൻഡ് അതും കൺസെപ്റ്റുകളൊക്കെ ശരിക്കും മനസ്സിലാവുകയും ചെയ്യും. അല്ലാതെ വെറുതെ കാണാപ്പാടം പഠിക്കലാവില്ല. ഒരു ടീച്ചറെ പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ എക്സാമിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ അല്ലേ. നമ്പർ 4, ദ 2-minute റൂൾ. കിൽ പ്രോക്രാസ്റ്റിനേഷൻ ഇൻസ്റ്റൻ്റ്ലി. സ്റ്റുഡൻസിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എനിമീസ് ആണ് പ്രോക്രാസ്റ്റിനേഷൻ. പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നത്. ഇത് മാറ്റിയെടുക്കാനായിട്ട് ഒരു സിമ്പിൾ റൂൾ ഉണ്ട്. അതാണ് ദ 2-minute റൂൾ. നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ദെൻ നിങ്ങൾ സ്വയം പറയുക, ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം പഠിക്കട്ടെ. ദെൻ ബുക്ക് എടുക്കുക, നോട്ട്സിലുള്ള ഒരു ലൈൻ എഴുതുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചോളും. അത് 20 മിനിറ്റ് ആവാം, 30 മിനിറ്റ് ആവാം, ഓർ മേ ബി 1 മണിക്കൂർ ആവാം. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ ഫൂൾ ചെയ്യാണ് സ്റ്റാർട്ടിങ് വളരെ ചെറുതാക്കിക്കൊണ്ട്. ഓർക്കുക, സ്റ്റാർട്ടിംഗ് ആണ്, ഒന്ന് തുടങ്ങി കിട്ടാനാണ് പല ആളുകൾക്കും ബുദ്ധിമുട്ട്. ആ പ്രശ്നമാണ് ഈ ടെക്നിക്കിലൂടെ സോൾവ് ചെയ്യുന്നത്. ആൻഡ് നമ്പർ 5, ദ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ഹാക്ക്. റിമെമ്പർ ഫോർ എവർ. മെജോറിറ്റി സ്റ്റുഡൻസും യൂസ് ചെയ്യാത്തൊരു ഹാക്കാണിത്, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് ഫുള്ള് സിലബസും പഠിക്കാൻ ശ്രമിച്ചാൽ പിറ്റേ ദിവസം ഒന്നും ഓർമ്മയുണ്ടാവില്ല. ക്രാമിംഗ് നല്ലൊരു മെത്തേഡ് അല്ല. പകരം എന്ത് ചെയ്യുക? 1-3-7 റൂള് യൂസ് ചെയ്തുകൊണ്ട് നോട്ട്സ് റിവ്യൂ ചെയ്യുക. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് അതൊന്ന് റിവ്യൂ ചെയ്യുക, ദെൻ 3 ദിവസം കഴിഞ്ഞിട്ട് അത് ഒന്നുകൂടി റിവ്യൂ ചെയ്യുക, ദെൻ 7 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി റിവ്യൂ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും. ഇങ്ങനെ വേണം നിങ്ങൾ ഫോർമുലാസും ഡെഫിനിഷൻസും കൺസെപ്റ്റുകളും ഒക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ എക്സാമിന് സമയത്ത് നിങ്ങൾക്കെല്ലാം ഓർമ്മ വരും. ഈവൻ എക്സാം കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ബിക്കോസ് അതെല്ലാം ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും.
ഓക്കെ, സോ ലെറ്റ്സ് റീക്യാപ്പ്. ബ്ലർട്ടിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് മെമ്മറി സ്ട്രോങ് ആക്കുക, ആക്റ്റീവ് പൊമോഡോറോ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, ഡീപ്പായിട്ട് മനസ്സിലാവാൻ ഫെയിൻമാറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുക, പ്രോക്രാസ്റ്റിനേഷൻ മാറ്റിയെടുക്കാനായിട്ട് 2 മിനിറ്റ് റൂളും, ആൻഡ് ഫൈനലി സ്പേസ്ഡ് റിപ്പീറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് ലൈഫ് ലോങ് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ ദാറ്റ്സ് ഫോർ ഡേ. വീഡിയോ എല്ലാവർക്കും യൂസ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.